വെൽക്കം ടു ഏഗൺ ലേണിംഗ്. നമ്മൾ ഒരുപാട് ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എക്സാമിന് വരാവുന്ന ഒരു ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങളെ ഏറ്റവും കുഴപ്പിക്കുന്ന ഒരു പാഠവും അത് തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ, ഏതാണ് ആ പാഠം? ദോഹയാണ് അല്ലെ. രണ്ട് ദോഹകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് കബീർ ദാസിന്റെയും രണ്ടാമത്തേത് റഹീം ജിയുടേതായിരുന്നു അല്ലെ. നമുക്ക് നോക്കിയാലോ, ആദ്യത്തെ ദോഹ ഏതാണ്? ബടാ ഹുവാ തോ ക്യാ ഹുവാ जैसे पेड़ खजूर पंथी को छाया नाही फल लागे आदि दूर. ഇതായിരുന്നല്ലേ നമ്മുടെ ദോഹ. നോക്കൂ, ബടാ ഹുവാ തോ ക്യാ ഹുവാ ജൈസെ പേड़ खजूर पंथी को छाया नाही फल लागे आदि दूर. നമുക്ക് ഇതിലെ ഓരോരോ വാക്കുകളുടെ അർത്ഥം ഒന്ന് നോക്കിയാലോ. നോക്കൂ, അങ്ക് അവയവം, ഖജൂർ എന്താണ്? ഈന്തപ്പന, ചായ തണൽ, നർ മനുഷ്യൻ, പന്ഥി യാത്രക്കാരൻ. അപ്പൊ നമുക്കിനി ഈ ഒരു ദോഹയുടെ അർത്ഥം എന്താണ്, കബീർദാസ് ജി എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് നോക്കിയാലോ. നോക്കാം. ഇസ് ദോഹേ മേ, ഈ ദോഹയിൽ കബീർദാസ് കഹത്തെ ഹേ കി, കബീർദാസ് പറയുന്നത് എന്താണ്? ഖജൂർ കെ പേട് കെ സമാൻ, എന്താണ്? ഈന്തപ്പന പോലെ അല്ലെ. ഈന്തപ്പന പോലെ സമാൻ ബഡാ ഹോനെ സെ, വലുതായതുകൊണ്ട് കോയി ഫായദ നഹി ഹെ, ഒരു ലാഭവുമില്ല അല്ലെ, ഒരു ഗുണവുമില്ല, ഒരു ലാഭവുമില്ല. ബഹോത് ലംബ ഹോനെ കെ കാരൻ, ലംബ എന്താണ്? വലുത് അല്ലെ. അപ്പോ വളരെ വലുതായതുകൊണ്ട്, കാരണം പഥിക് കോ ചായ നഹി മിൽത്തി ഹെ, പഥികാരാണ്? യാത്രക്കാരൻ. അപ്പോ യാത്രക്കാർക്കും എന്താ, ഒരു ഗുണവും ഇല്ല, ഒരു ചായ, ഒരു നിഴലും കിട്ടുന്നില്ല. ഫൽ ഭി ബഹോത് ഊഞ്ചായി പർ ലഗ്തേ ഹെ, ഇനി അതിന്റെ ഫലമാണെങ്കിലോ അതിന്റെ ഫ്രൂട്ട് ആണെങ്കിലോ ബഹോത് ഊഞ്ചായി പർ ലഗ്തേ ഹെ, വളരെ ഉയരത്തിലാണ് കിടക്കുന്നത്. വഹ് ഭി ലോഗോं के लिए अप्राप्य है, അതും ആളുകൾക്ക് അപ്രാപ്യം, എന്താണ്? കിട്ടാവുന്നതല്ല അല്ലെ, കിട്ടുന്നതല്ല, അതും കിട്ടുന്നില്ല. മത്ലബ് ഹേ കി, പറയുന്ന കാരണം ഇതാണ്. ഹം ബഡേ ഹോക്കർ, നമ്മൾ വലുതായതുകൊണ്ട് ഭി ദൂസരോं को कोई ഉപകാർ നഹി കർത്തേ തോ, നമ്മൾ വെറുതെ വലുതായി മറ്റുള്ളവർക്ക് ഒരു ഉപകാരവും ചെയ്യാതെ ഉസ് ബഡ്പൻ സേ, ആ ഒരു വലിപ്പത്തെ, ബഡ്പൻ എന്താണ്? വലിപ്പം കാണിക്കുക, വെറുതെ ഹൈറ്റ് കാണിച്ചത് കൊണ്ട്. കിസി കോ കോയി ലാഭ് നഹി, ആർക്കും ഒരു ഗുണവും ഇല്ല. दूसरों की भलाई करने वाले ही सच्चे अर्थ में बड़े होते हैं. दूसरों को ले, दूसरों की भलाई करने वाले, മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് സച്ചേ അർത്ഥമേ, ശരിയായ അർത്ഥത്തിൽ ബഡേ ഹോത്തെ ഹെ, വലിയവരാവുന്നത്. നമുക്കറിയാലോ ഇത്. നമുക്കിനി അടുത്ത ദോഹ നോക്കിയാലോ. നോക്കൂ, റഹീം വേ നർ ധന്യ ഹെ പരോപകാരി അങ്ക് ഭാണ്ടൻ പാരേ കോ ലഗേ ജോ മെഹന്തി കോ രംഗ്, എന്താണ്? റഹീം വേ നർ ധന്യ ഹെ പരോപകാരി അങ്ക് ഭാണ്ടൻ പാരേ കോ ലഗേ ജോ മെഹന്തി കോ രംഗ് അല്ലെ. നമുക്ക് ഇതിന്റെ ഓരോ വാക്കുകളുടെ അർത്ഥം നോക്കാട്ടോ. ഭാണ്ടന വീതിക്കുക, മെഹന്തി മൈലാഞ്ചി, ധന്യ കൃതാർത്ഥൻ, പന്ഥി പഥിക് വഴിയാത്രക്കാരൻ. നമുക്ക് നോക്കിയാലോ ഈ ഒരു ദോഹയിലൂടെ റഹീം ജി എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കൂ. റഹീം കഹത്തെ ഹെ, റഹീം ജി പറയുകയാണ്, വേ നർ ധന്യ ഹെ ജിൻകാ ശരീർ സദാ സബ്കാ ഉപകാർ ഹെ, ആരുടെ ജീവിതമാണോ അല്ലെങ്കിൽ ആരുടെ ശരീരമാണോ സ്ഥിരമായി ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ വളരെ ധന്യരായ വ്യക്തികളാണ്. जिस प्रकार मेहंदी लगाने वाले के हाथ पर भी मेहंदी का रंग लग जाता है, പറയാൻ കാരണം ഇതാണ്. മെഹന്തി ഇട്ട് കൊടുക്കുന്ന ആളുടെ കയ്യിൽ പോലെ എന്താണ് ആ മെഹന്തിയുടെ ആ ഒരു കളർ പതിക്കൂലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉസി പ്രകാർ, അതുപോലെ പരോപകാരി കെ സാത്ത് ഭലാഹി ഹോത്തെ ഹെ വധന്യ ഹോ ജാത്തെ ഹെ, പരോപകാരം ചെയ്യുന്ന ആളുകളുടെ ഗുണം എന്താണ്? അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും കിട്ടും, അവർക്ക് ആ ഗുണം എക്സ്ട്രാ ആയിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ റഹീം ജി പറയുന്ന ഈ ദോഹയിൽ പറയുന്നത്. അപ്പൊ മക്കളെ, ഈ ഒരു പാഠം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി മറക്കരുത്, നമ്മുടെ 19, 20, 21 തീയതി നമ്മുടെ ലൈവ് വരുന്നത്. എല്ലാവരും ഫ്രണ്ട്സിനെയും കൂട്ടി വരാൻ നമുക്ക് അടിച്ചു പൊളിച്ച് പഠിക്കാം.